വണ്ടി പോകുന്നില്ല റിപ്പോർട്ടോ എന്താണ് അവർക്ക് ഇന്നത്തെ സൗജന്യ യാത്ര തുടക്കത്തെക്കുറിച്ച് പറയാനുള്ളത്? രാവിലെ ജനങ്ങൾ അത്ര ബോധവാന്മാരാവാത്തത് കൊണ്ടാവാം രാവിലെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഒരു 10 മണിയോട് കൂടിയാണ് സിസ്റ്റം ആക്റ്റീവ് ആയിട്ടുള്ളത്. അതിനുശേഷം വലിയ തിരക്കുണ്ടായിരുന്നില്ല. വൈകുന്നേരം തിരക്ക് കൂടും എന്തായാലും. തിരക്കുണ്ടായിരുന്നോ? രാവിലെ ടിക്കറ്റ് ആയിരുന്നു. അറിഞ്ഞ് വരുന്നത്രേ അല്ലേ ആൾക്കാരല്ലേ? ഇനി വൈകുന്നേരം തിരക്ക് കൂടും അല്ലേ? കൂടും. ഓക്കെ. ഞാനിപ്പോൾ താബോർ ചെറുപുഴയ്ക്ക് പോകേണ്ട ഒരു ചേച്ചിയുടെ ഒരുമിച്ചാണ് ഇപ്പോൾ ഉള്ളത്. ചേച്ചിക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ സൗജന്യ യാത്ര ഗവൺമെൻറ് ഇപ്പം ചെയ്തത് വളരെ സന്തോഷമല്ല. സന്തോഷമുള്ള ഇപ്പം ചെറുപുഴയ്ക്കൊക്കെ ഒരാൾക്ക് ഇവിടുന്ന് പോയി വരണ വലിയ പൈസ വരൂലേ? വരും. അപ്പം ഗവൺമെൻറ് നടപ്പാക്കിയ ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം. അപ്പോൾ വീട്ടിലെല്ലാവരും എന്താ പറയുന്നത് ഇതിനെക്കുറിച്ച്? സന്തോഷമല്ല. നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ സന്തോഷമാണ്. അപ്പോൾ ചെറുപുഴ ഭാഗത്തേക്കൊക്കെ ഇഷ്ടംപോലെ ബസ് ഉണ്ടല്ലോ അല്ലേ? ബസ് ഉണ്ടല്ലേ? ചേച്ചിയുടെ പേരെന്താ? ലില്ലിക്കുട്ടി. സ്ത്രീകൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ KSRTC ഈ സുരക്ഷിത യാത്രയാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ആയിക്കോട്ടെ, ശരി. KSRTC സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് KSRTCയിലൊക്കെ സ്ത്രീകൾ ജനങ്ങളുടെ തിരക്ക് കൂടുതലായി കാണപ്പെടുന്നുണ്ട്. എന്താണ്? നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഉമ്മർപോയിൽ. അപ്പോൾ വലിയൊരു 50 രൂപയുടെ ഓട്ടം ഉണ്ടാവും അല്ലേ തിരിച്ചു പോയി വരുമ്പോൾ? അപ്പോൾ നിങ്ങൾക്ക് ഒരു 50 രൂപ സേവ് ചെയ്യാൻ വേണ്ടി കഴിയും അല്ലേ? വേറെ എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ പേരെന്താ? ഗീത. ഓക്കെ. ഉമ്മർപോയിലാണ് അല്ലേ? ഓക്കെ. ചെറുപുഴയാണ് പോകേണ്ടത്. അപ്പോൾ KSRTC നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ചെറുപുഴയ്ക്ക് പോകുന്നത്. എന്താണ് പറയാനുള്ളത്? നല്ല തന്നെയാണല്ലേ? നല്ലതാണല്ലേ? പ്രാപ്പമില്ല. അപ്പോൾ പയ്യന്നൂർ വന്നു പോകണമെങ്കിൽ ഒരു 100 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയുമല്ലേ? എന്തുകൊണ്ടും നല്ലത് തന്നെയാണല്ലേ? ഓക്കെ. പറയൂ. സർക്കാർ ചെയ്ത നല്ല കാര്യമാണ്. അത് കുറച്ച് വിദ്യാർത്ഥികൾ കൂടെ വിദ്യാർത്ഥികൾക്ക് മാത്രമേ വിദ്യാർത്ഥികൾ കൂടെ പ്രയോജനപ്പെടുന്നത്. പിന്നെ ചില സ്ത്രീകൾ പറയുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് അതാണ് ഇത് ചെറുപുഴ പുളിങ്ങോം താബോർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ്. ഇതിൽ തന്നെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ തന്നെ സ്ത്രീകൾ നിറഞ്ഞിട്ടാണുള്ളത്. അപ്പം സ്ത്രീകൾ KSRTCയുടെ ഈ സൗജന്യ യാത്രയുമായിട്ട് സഹകരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പം നമ്മളുള്ള താബോർ ഭാഗത്തേക്ക് പോകുന്ന KSRTC ബസ്സിലാണുള്ളത്. ചെറുപുഴ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിലാണുള്ളത്. അപ്പോൾ സ്ത്രീകളുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ. ഇതിലെ കണ്ടക്ടറുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. സാധാരണ കൂടുതലായിട്ട് സ്ത്രീ യാത്രക്കാർ ഫെസിലിറ്റി സർക്കാരിന് ഉപയോഗിക്കേണ്ടതെന്നാണ് നമ്മുടെ അഭിപ്രായം. ആൾക്കാർ രാവിലെ തൊട്ട് ജാസ്തിയായിട്ട് 10 മണിക്കാണ് നമുക്ക് തുടങ്ങാൻ പറ്റിയുള്ളൂ. തുടങ്ങുന്നതിന് നല്ല പ്രതികരണമാണ്. ഓക്കെ. യാത്രയെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല തന്നെ അല്ലേ? നിങ്ങൾക്ക് എവിടത്തേക്കാണ് പോകേണ്ടത്? കുറുക്കൂട്ടി. ഇന്ന് രാവിലെയും KSRTCക്കാണ് വന്നത് അല്ല? KSRTC പരമാവധി ഉപയോഗിക്കും അല്ലേ? ഫ്രീ ആയതുകൊണ്ട്. ഇത് കാണുന്നില്ലേ? ഈ ഇടതുവശത്തെ സീറ്റ് ഫുള്ള് സ്ത്രീകളാണുള്ളത്. ഏകദേശം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഈ ബസ്സിൽ കാണുന്നത്. അപ്പം സാധാരണ KSRTCയിൽ കാണാത്ത ഒരു പതിവാണ്. ഏകദേശം പകുതിയിലധികം യാത്രക്കാർ
സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സന്തോഷമുണ്ട് അല്ലേ? ആ, സന്തോഷം തന്നെയാണോ? ആ, ഇപ്പോൾ എവിടുന്നാണ് നിങ്ങൾ വരുന്നത്? പയ്യന്നൂരാണ്. ഇപ്പം എങ്ങോട്ട് പോണ? അരവഞ്ചാല. അപ്പം വലിയൊരു പൈസ നിങ്ങൾക്ക് ലാഭം കിട്ടും അല്ലേ? സ്ഥിരമായിട്ട് എന്നല്ല, എന്നാലും സ്ഥിരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഗുണം കിട്ടും അല്ലേ? നിങ്ങൾക്കെന്താ പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? കുഴപ്പമില്ല. സർക്കാരിൻ്റെ ഈ തീരുമാനം നല്ലതാണോ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തോ ക്യാഷൊക്കെ വരുന്നുണ്ട് തോന്നുന്നു അക്കൗണ്ടിൽ. ശരി. ഇല്ലേ, കെ എസ് ആർ ടി സിയിൽ വൻ സ്ത്രീകളുടെ തിരക്കാണ് അല്ലേ? ഇറങ്ങുന്നതൊക്കെ തന്നെ സ്ത്രീകളാണ്. കെ എസ് ആർ ടി സി പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര പരമാവധി സ്ത്രീകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യമാണിത്. ചേച്ചിയുടെ പേരെന്താ? കാർത്യാനി. എവിടത്തേക്കാണ് വേണ്ടത്? മണിയാറോ? അത് കെ എസ് ആർ ടി സി വരണ്ട ഇപ്പോൾ? വേണ്ടായിരുന്നു. ഈ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്നാലും പണിയറയിൽ നിന്ന് ഇങ്ങോട്ട് എത്രയാണ് പൈസ ബസ്സിന്? 20 റുപ്യ. അത് ലാഭമായി അല്ലേ? കൊടുത്തിനല്ലേ? ഇങ്ങോട്ട് വരുമ്പം കൊടുത്തിനല്ലേ ഇന്ന്? അത് രാവിലെയാണ്. കെ എസ് ആർ ടി സി സൗജന്യ യാത്രയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സ്ത്രീകൾക്കുള്ള പറയാം. പ്രത്യേകിച്ചും ഏത് തരത്തിലുള്ള സ്ത്രീകൾക്കാണ് ഇത് ഗുണം ചെയ്യുക? സഹായം. ഇനി അധികം നിങ്ങൾ എവിടത്തേക്ക് യാത്ര ചെയ്യുന്നത്? വെള്ളൂരിനുള്ള. അവിടെ ഒരു 15 രൂപ ലാഭം കിട്ടിയല്ലേ? അപ്പോൾ എല്ലാവരും മറ്റുള്ള നിങ്ങളെ സുഹൃത്തുക്കൾക്ക് എന്താ പറയുന്നത് ഇതിനെക്കുറിച്ച്? സന്തോഷം തന്നെയാണ്. സഹായമായിട്ട് വരും അല്ലേ? ഓക്കെ. എന്നാൽ കണ്ടിട്ട് നിലക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വൈകുന്നേരം ആകുമ്പം കൂടാൻ വൈകുന്നേരം കൂടും അല്ലേ? കൂടുതലുണ്ടാവും അല്ലേ? ഇന്ന് ജൂൺ 15 ഇന്നാണ് UDF സർക്കാർ കെ എസ് ആർ ടി സിക്ക് സൗജന്യ യാത്ര സ്ത്രീകൾക്ക് അനുവദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്ന ഒരു യാത്ര ചെയ്യാൻ സുഖമാണ്. പിന്നെ ഫ്രീ ആകുമ്പം അല്ലേ? നിങ്ങൾ ഈ ബസ്സിലാണോ യാത്ര ചെയ്യാറ്? അടുത്താണ്. പൊതുവെയുള്ള അഭിപ്രായം എന്താണ് സ്ത്രീകളുടെ ഇടയിൽ പറയുന്നത്? എന്താണ് നിങ്ങൾക്ക് കെ എസ് ആർ ടി സി സൗജന്യ യാത്രയെക്കുറിച്ച് പറയാനുള്ളത്? നല്ല കാര്യം. നിങ്ങൾ ബസ്സിലാണോ യാത്ര ചെയ്യുന്നത്? എന്നാലും കെ എസ് ആർ ടി സി പരമാവധി ഉപയോഗിക്കും. എന്താണ് ഈ തീരുമാനത്തോട് നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല തന്നെ. ഓക്കെ. ബസ്സുകൾ വരും. ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും അല്ലാത്ത എല്ലാ ബസ്സുകളും, അതിനു മുകളിൽ അല്ലാത്ത എല്ലാ ബസ്സുകളും ഈ ഓർഡിനറി ബസ്സിന്റെ പട്ടികയിൽ വരുന്നതാണ്. അതിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഈ സൗജന്യം ലഭിക്കും എന്നതാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം